ഹായ് നമസ്കാരം. ഷാഫിയാണ് സംസം എസ് ഗാരേജ് വൈറ്റില. നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഡിസൈറിന് സീറ്റ് കവർ ചെയ്യാനുണ്ട്, വിനർ ഫ്ലോറിംഗ് ഉണ്ട്, സ്റ്റീരിയോ വെക്കാനുണ്ട്, സ്പീക്കർ വെക്കാനുണ്ട്, റെയിൻ ഗാർഡ് ഉണ്ട്, സ്റ്റിയറിംഗ് കവർ ഉണ്ട്, അങ്ങനെ കുറച്ചധികം വർക്കുകളുണ്ട്. അപ്പം ഇത് നമ്മൾ ചെയ്തു തുടങ്ങിയേക്കുന്നത് വിനർ ഫ്ലോറിംഗ് ആണ്. ഡോർ പാഡെല്ലാം അഴിച്ചിട്ടാണ്. 4 സ്പീക്കർ വെക്കാനുണ്ട്. എല്ലാ സ്പീക്കറിനും നമ്മൾ പ്ലഗ് ആൻഡ് പേ ആണ് വയർ കൊടുക്കുന്നത്. സോക്കറ്റ് ആണ്, ഫുൾ സോക്കറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. വയർ കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അതാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റീരിയോ. ഇതാണ് നമ്മിപ്പോൾ ഈ വണ്ടിയിലേക്ക് വെച്ചേക്കണ സെറ്റ്. പൈനിയറിൻ്റെ ഡബിൾ ഡിന്നർ സെറ്റാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. പൈനിയർ 329BT, ബ്ലൂടൂത്ത് ഉണ്ട്, വോയിസ് കമാൻഡ് ഉണ്ട്, എല്ലാ പരിപാടികളിലാണ്. ഡൈനാമിക് ബാസ് ആണ് ഉള്ളതാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള സാധനമാണ്. സ്പീക്കർ വെച്ചേക്കണത് 300 വാട്ട്സ് ആണ്. 4 ഡോറയിലും സ്പീക്കർ ഉണ്ട്. 4 ഫ്രണ്ടും ബാക്കും 4 ഡോറയിലും സ്പീക്കർ വെച്ചിട്ടുണ്ട്. പൈനിയറിന്റെ കപ്പർ ഇട്ടാണ് ചെയ്യുന്നത്. ഫുള്ള് കപ്ലറിന്റെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. സ്പേസറും കൂടി ഇട്ടാണ് ചെയ്യണം കേട്ടോ. സ്പേസർ ഇടണ എന്തിനാന്ന് വെച്ചാല് എല്ലാവരും ചോദിക്കണുണ്ട് സ്പേസർ ഇടണ എന്തിനാണെന്ന്. സ്പേസർ ഇടണ എന്തിനാന്ന് വെച്ചാല് നമുക്ക് വാട്ടർ സർവീസിലൊക്കെ കൊടുക്കുമ്പോൾ വെള്ളം അടിച്ചിട്ട് ഗ്ലാസിന്റെ ഇടയിൽ കൂടി ഇറങ്ങും. സാധാരണ മഴയത്തൊന്നും വെള്ളം അതിലെ കൂടി ഇറങ്ങില്ല. കൂടുതലും ഈ ഇതിടുമ്പോഴാണ്, വാട്ടർ സർവീസ് ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു വെള്ളം ഇറങ്ങുന്നത്. അപ്പൊ അത് ഇരാണ്ട് വയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്പേസർ വെച്ച് ചെയ്യുന്നത്. ഇതാണ് സെറ്റ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. പ്രകാശം കാണിച്ചു കൊടുത്ത ആളുകളാണ്. എന്റെ പേര് സോമി. ഞങ്ങള് ആഫ്രിക്കയിലെ മലാവി എന്ന രാജ്യത്താണുള്ളത്. ഇവിടെ കേരള ബ്ലോക്ക് എന്ന് പറഞ്ഞ സ്കൂളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. 14 ഇഞ്ച് വീൽ കപ്പാണ് ഇട്ടേക്കണത്. നല്ല അടിപൊളി വീൽ കപ്പ്. ഇത് കണ്ട അതിന്റെ ഭംഗി നോക്കിയ അടിപൊളി തകർത്ത്. ഇതാണ് നമ്മളെ റെയിൻ ഗാർഡ് വെച്ചേക്കണത്. പെട്ടെന്നൊക്കെ വെള്ളം അതിന്റെ നമുക്ക് ഗ്ലാസ്സിലേക്ക് വീഴാണ്ടിരിക്കാനും ജസ്റ്റ് രാത്രിയൊക്കെ ഒരു കിടന്ന് ഉറങ്ങുമ്പോ ഇത്തിരി തുറന്നു വെച്ച് ഉറങ്ങാം. ചൂട് ടൈമിലൊക്കെ ഇത്തിരി ഗ്ലാസ് താത്തിയിട്ടിട്ട് വെയിലത്തിട്ടിട്ട് പോയാൽ തിരിച്ചു വരുമ്പോ ചൂട് കുറവായിരിക്കും. അതിന്റെ അകത്ത് അത്ര ചൂടുണ്ടാവില്ല. കാരണം വിനർ ഫ്ലോറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. വിനർ ഫ്ലോറിംഗ് കണ്ടോ. അതേപോലെ സീറ്റ് കവറിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഫി ബ്രൗണും ഡാർക്ക് ഗ്രേയും ആണ് അവർ കളർ സെലക്ട് ചെയ്തത്. കസ്റ്റമർ സെലക്ട് ചെയ്ത കളറാണ്. അപ്പൊ അത് സെയിം തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുത്തേക്കുന്നത്. സീറ്റ് കവർ ചെയ്തേക്കണത് കാണിച്ചു തരാം. അതുപോലെ 2 റബ്ബർ മാറ്റും ഇട്ടിട്ടുണ്ട്. സ്റ്റിയറിംഗ് കവർ ഫുൾ ബ്ലാക്ക് ആണ്. സ്റ്റിയറിംഗ് കവർ ചെയ്തേക്കണത് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്താണ് ചെയ്തേക്കണത്. അതുപോലെ തന്നെ സീറ്റ് കവർ നല്ല പെർഫെക്റ്റ് സീറ്റ് കവറാണ്. 3 വർഷത്തെ സ്റ്റിച്ചിങ് വാറന്റി ഉണ്ട്. 10-15 വർഷത്തോളം റഫ് യൂസ് ചെയ്താലും കിടന്നോളും. നാപ്പ ലെതറാണ്. ബീജ് കളറിന്റെ മേളിൽ നമുക്കൊരു മാറ്റം കൂടി ഇടാനുണ്ട്. എന്തിനാന്ന് വെച്ചാല് പെട്ടെന്ന് കംപ്ലൈന്റ് വരരുതും. ഈ ഹീലൊക്കെ ഇട്ട് എപ്പോഴും ചവിട്ടി കയറുമ്പോ കംപ്ലൈന്റ് വരരുത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. റബ്ബർ മാറ്റം ഇട്ട് കൊടുത്തേക്കണത്. വിനലിന്റെ മുകളിൽ 4D മാറ്റ് 7D മാറ്റ് ഒന്നും ഇടാണ്ടിരിക്കുക. ഇട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ചവിട്ടി ആക്സിലേറ്ററിന്റെ ഇടയിൽ കയറും. ആക്സിലേറ്ററിന്റെ ഇടയിൽ കയറിയാൽ നമുക്ക് ചവിട്ടുമ്പോ പെട്ടെന്ന് ഓട്ടത്തിൽ അറിയാണ്ട് ചവിട്ടുമ്പോ കിട്ടൂല. ബ്രേക്ക് കിട്ടാണ്ട് വരും, ആക്സിലേറ്റർ കൂടി കിട്ടാണ്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പോ അപകടങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് വിനയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 4D മാറ്റും 7D മാറ്റും ഒന്നും ഇടാണ്ടിരിക്കുക. അത് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ കട വരുന്നത് എസ് ഗാരേജ്. അപ്പൊ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനല് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം.
AC കാറിന്റെ AC വർക്കുകളാണെങ്കിൽ നമ്മൾ സമീപിക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ബജാജ് കാർഡിന്റെ EMI ചെയ്യുന്നുണ്ട്. നമ്മുടെ സഹോദര സ്ഥാപനമാണ് യൂണിസെക്സ് സലൂൺ, A1 യൂണിസെക്സ് സലൂൺ. ബ്രാൻഡ് നെയിമാണ് സംസം.